ഇന്ന് വൈകിട്ട് 4 മണിയോടെ ഗസ്റ്റ് ഹൌസിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ വെച്ചാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. NSP സ്ഥാനാർത്ഥി രാമനുണ്ണിയാണെന്ന് ഉറപ്പായതോടെ CDP ഏറ്റവും ശക്തനായ എതിരാളിയായിരിക്കും കളത്തിലിറക്കുക എന്നതും ഉറപ്പായി. ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനനായിരിക്കും രാമനുണ്ണിയുടെ എതിരാളിയെന്ന് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി. ഇലക്ഷനില് നമ്മ വലിപ്പിക്കുന്നുള്ളത് സാഗറിന് നന്നായിട്ട് അറിയാം. രാമനുണ്ണി തോറ്റാലും അയാൾക്കൊന്നുമില്ല, എന്നെ വെട്ടാനൊരു വാള്, അത്രേ ഉള്ളൂ അയാൾക്ക് രാമനുണ്ണി. വെറുതെ തോറ്റാ പോരാ, വെണ്ണീറാവണം. അതുകൊണ്ട് വേണം എനിക്ക് സാഗറിനെ ഗോപി തൊടിയിക്കാൻ. നാളത്തെ സമ്മേളനം അപ്പോ നമ്മ ആളെ കൂട്ടിയില്ലെങ്കിലും നാളെ ആള് കൂടും. ഏതായാലും അനൗൺസ്മെന്റും പോസ്റ്ററും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ കൊഴുക്കട്ടെ. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഈ യോഗം ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അഡ്വക്കേറ്റ് രാമനുണ്ണി ഇന്ന് വൈകിട്ട് 5 മണിക്ക് എതിരാളികളെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പുറത്തു പറയുന്ന നയം. അതുകൊണ്ട് പൊതുസ്ഥലത്ത് വെച്ച് ഒറ്റയൊരുത്തനും രാമനുണ്ണിക്ക് നേരെ ചീറാനോ തുപ്പാനോ തോണ്ടാനോ പാടില്ല. പോളിംഗ് കഴിയുന്നത് വരെ. ആളുകൾ ചിലപ്പോൾ എമോഷണലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോൾ അനുസരിക്കുന്ന പോലെ ചെയ്യണ്ടെന്ന് പറയുമ്പോഴും അനുസരിക്കണം. അതാണ് അണി. ഓന്റെ സമ്മേളനത്തിന് നമ്മുടെ ഒരാളും കച്ചറ ഉണ്ടാക്കരുത്, മനസ്സിലായോ? അല്ല, സഖാവിന്റെ പേരെപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഓന്റെ സമ്മേളനം കഴിഞ്ഞിട്ട്. ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് ചെമ്പാറ മൈതാനിയിലെ പടുകൂറ്റൻ സ്റ്റേഡിയത്തിൽ ഏറനാട് സ്റ്റാലിയൻസും തലശ്ശേരി ബ്ലോക്ക് എന്നാടോ ഇതിന്റെ ഫൈനല്? ഈ 16-ന്. അന്നല്ലേ നോമിനേഷൻ വിഡ്രോ ചെയ്യാനുള്ള ലാസ്റ്റ് ദിവസം. അതെ, അപ്പൊ കളി കാണാം. നമ്മള് ഒന്ന് രാജിവെച്ച വേണ്ട, രാജിവെക്കണമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചാ മതി, ഉടനെ പിടിച്ച് പുറത്താക്കും. അതാണല്ലോ ഈ CDPന്റെ രീതി. നിങ്ങൾക്കറിയാല, ഇപ്പൊ തന്നെ സ്വന്തം MLA സ്ഥാനം പോലും പോട്ടെ പുല്ലെന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിറങ്ങിപ്പോന്ന ആളാണ് ഈ രാമനുണ്ണി. എന്താ കാര്യം? CDPന്റെ വികലമായ രാഷ്ട്രീയ നയങ്ങൾ സഹിക്കാൻ വയ്യാത്തോണ്ടാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ധീരത, ആ ആദർശശുദ്ധി, അതാണ് രാമനുണ്ണിയെ NSPക്ക് സ്വീകാര്യനാക്കിയ. ഞാനിപ്പോ എന്തിനൊക്കെ കൂടുതൽ പറയുന്നത്? ഇനി രാമനുണ്ണി നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, അങ്ങനെ തുടങ്ങണതായിരുന്നു പതിവ്. ഇന്നിപ്പോ ഒരു ദിവസം അങ്ങനെ തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കൂടിയിരിക്കുന്നവരിലധികവും അവരാണല്ലോ. ഇത്ര വലിയ ജനക്കൂട്ടം കണ്ടപ്പോ തോമസ് ചാക്കോ പറഞ്ഞു, തനിക്കിവിടെ വലിയ ജനസമ്മതിയാണല്ലോ. എന്നെ തൂക്കിക്കൊല്ലണമെന്ന് കേട്ടാൽ അത് കാണാൻ ഇതിൽ കൂടുതൽ ആളുണ്ടാവുമെന്ന് ഞാൻ. ശരിയല്ലേ? എനിക്കൊരു പേരിട്ടത് എൻ്റെ മുത്തച്ഛനാണ്, രാമനുണ്ണി. ഒരാഴ്ച മുമ്പ് TV ചാനലുകളുടെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ രണ്ടാമതൊരു പേരിടൽ കർമ്മം നടത്തി. പുതിയ പേര് വർഗവഞ്ചകൻ. ഇതിപ്പോ രാമൻ, കൃഷ്ണൻ, ബാബു, വർഗീസ്, മുഹമ്മദ്, ശശി, ഇതൊക്കെ ഒരാൾക്ക് മാത്രമുള്ള പേരാണോ? അല്ല. വർഗവഞ്ചകൻ എന്ന പേര് ഇതിനു മുമ്പും പാർട്ടിക്കാർ ഒരുപാട് പേർക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ വിളിക്കും, മോനെ വർഗവഞ്ചക, കഞ്ഞികാലായി വന്ന് കുടിക്കാന്ന്. അമ്മമാരെന്ത് വിളിച്ചാലും അത് കേൾക്കാൻ ഒരു സുഖ അല്ലേ? എന്താണ് ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം? പുറത്ത് പറഞ്ഞ് പുകിലാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ഇതുവരെ ഒന്നും ഈ പത്രക്കാരോട് പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ വർഗവഞ്ചകനായതുകൊണ്ട് പറയാലോ. പശുവിന്റെ അകിട്ടില് ബ്ലേഡ് വെക്കാൻ നോക്കിയ കറവക്കാരനെ തല്ലണോ വേണ്ടയോ? തല്ലണം, കാരണം നോക്കി തല്ലണം. വീടില്ലാത്ത 1000-ഓളം പാവങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ 10 വർഷം മുമ്പ് സർക്കാർ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമി ഒരു പ്രവാസി വ്യവസായിക്ക് വെറും ചായക്കാശിന് കൈമാറാൻ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി അമ്പാടി മോഹനൻ ശ്രമിച്ചപ്പോ ഞാൻ എതിർത്തതാണ്. ഞാൻ ചെയ്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം, അല്ലെങ്കിൽ വർഗവഞ്ചന. തിണ്ടിത്രം കാണിച്ച് അടി കൊടുക്കാതെ വിടരുതെന്ന് സഖാവ് രാഘവൻ പറഞ്ഞിട്ടുണ്ട്. രക്തസാക്ഷി രാഘവൻ, എന്റെ അച്ഛൻ. അതുകൊണ്ടാണ് കൊടുത്തത് ഘനത്തിൽ ഒരെണ്ണം അമ്പാടി മോന്റെ ചകിട്ടത്ത്.
മാക്സിമം സഹാക്കളെ കൂട്ടണം. പ്രകടനം ഇവിടുന്ന പുറപ്പെടേണ്ടത്. ഇവിടെ അതിനെക്കാട്ടിയും വലിയ പ്രശ്നമാണോ ഭാര്യയെ? താൻ കിടന്നോ, ഞാൻ വന്നോളാം. ഓക്കെ. നമ്മുടെ വീടിന്റെ മുമ്പില് പാർട്ടിക്കാരുണ്ടാവില്ലേ? പിന്നെ കുറച്ചു പേരുണ്ടാവും. ഈ പാനു സാർ വിചാരിക്കാതെ ഒരുപാട് പേരെ കിട്ടില്ല. പോലീസ് പുറകിലുണ്ടല്ലോ. പകല് പോയാൽ മതിയായിരുന്നു. അല്ല, പേടിക്കാനൊന്നുമില്ല. പോലീസുകാർ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, മുമ്പിലുണ്ട് പുറകിലുണ്ട്. അതുകൊണ്ട് പേടിക്കണം. നിക്ക്, ഒരു CDP ഏരിയ കമ്മിറ്റി മെമ്പറുടെ വീടല്ലേ? ആദ്യം ഞങ്ങൾ കയറി ഒന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. പ്രൊട്ടക്ഷനൊക്കെ പുറത്തു മതി. അകത്തായാലും പുറത്തായാലും പ്രൊട്ടക്ഷൻ ഞങ്ങളുടെ ജോലിയല്ലേ. സോറി. അമ്മയുടെ അകട്ടിൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഒരൊറ്റ ഒരുത്തൻ ഈ പടി ചവിട്ടി പോരുത്. കേറുകട. ചെല്ല്. അപ്പൊ ശരി, രാവിലെ ഗസ്റ്റ് ഹൗസിൽ കാണാം. വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് ഗസ്റ്റ് ഹൗസിൽ പോവാം. വാ. അപ്പൊ ഇന്ന് ഇവിടെയാണോ താമസം? ഇന്ന് മാത്രമല്ല, ഇനി എന്നും. ടീസി വാ, ഒരു കഞ്ഞി കുടിക്കാം. ആ, കഞ്ഞി കുടിക്കട്ടെ. കഞ്ഞി കുടിക്കാൻ തന്നെയാണോ? നമസ്കാരം. ഇവനെന്താടാ ഇവിടെ? ഞാൻ സെക്രട്ടറി ആണമ്മേ, യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. സെക്രട്ടറി യൂത്ത് വിങ് ഒക്കെ പുറത്ത്. താങ്ക് യു അമ്മേ, താങ്ക് യു വെരി മച്ച്. ടീസി, താൻ പുറത്ത് വെയിറ്റ് ചെയ്യ്, പറഞ്ഞിട്ട് പോവാം. സഖാവേ. എന്നാ വേണ്ട, നല്ല വിശപ്പുണ്ട്. ദാ എടുത്തു വെച്ചിട്ടുണ്ട്. എന്റെ പ്രസംഗം TV-യിൽ അമ്മ കാണുന്നും ഇങ്ങോട്ട് വരുമ്പോ അച്ചിങ്ങ മെഴുക്കുവരട്ടി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന എനിക്കറിയായിരുന്നു. എത്ര വേഗം പഠിച്ചു അമ്മമാരുടെ മെഴുക്കുപുരട്ടിയ പൈങ്കിളി വാചകങ്ങള്. പൈങ്കിളി കാണിക്കാം, പറയരുത്. മുലകൂടി മാറി മിണ്ടാൻ തുടങ്ങിയപ്പോൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല, അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്. വിശദീകരിച്ചും തന്നു നിന്റെ അച്ഛൻ. നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചു നാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങട്ടേന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം. എന്തൊക്കെയായിരുന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. GDP
CDP-ക്കാരാ അവരൊരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ഇങ്ങോട്ടാ. ആ അലമാരയിൽ ടോർച്ചുണ്ട്, അതിങ്ങെടുക്ക്. ഇത്രയും ബന്ധമുള്ളപ്പോ ഇതിനാ ടോർച്ച്? രാമണി, അതെ, ബാലുസാറിനോട് പറഞ്ഞിട്ട് കുറച്ചു പേരോട് വരാൻ പറഞ്ഞാലോ? ലോക്ക് ചെയ്തു. എന്താ സഖാവി? നിന്റെ അമ്മ ചതിച്ചു. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിന് മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി രാഘവൻ. നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. ലാൽ സലാം. എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താട്ടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? അയ്യോ, ബാനുസാർ ഉഴപ്പൊന്നല്ല. NSPയുടെ മുഴുവൻ വോട്ടും ബാനുസാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനുണ്ണി, മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചില് കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പം ഞാൻ റെഡി ആയിരിക്കാം.
പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്തുകളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീം അംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിക്സൺ അവറുകൾ. ഞങ്ങളുടെ സീറ്റ് പോലീസുകാർക്ക് അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസുകാരോ ഇവിടെ ആ ചാട്ടം എടുത്തേ. എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഡിവൈഎസ്പി പോൾസൺ സാർ പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. ഇതിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എടോ രണ്ട് അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെ ചേട്ടാ? വാ, രണ്ടു ദിവസം കണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയി ഫുട്ബോളിന്റെ ആവേശം കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങുന്ന ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് നമ്മുടെ ക്ലബിന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ചെറിയൊരു കാര്യം. ആദ്യത്തെ കുറച്ചു നേരം ഒരു 10 മിനിറ്റ് മതി. ഒന്ന് കമന്ററി പറഞ്ഞു സാർ. ഞാനൊട്ട് പ്രിപ്പയർഡ് അതൊന്നും സാരമില്ല. അയ്യോ സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. ശരിയാവില്ല വേണ്ട വേണ്ട ചേട്ടാ വാ ചേട്ടാ, 10 മിനിറ്റ് മതി. പോയാലോ ചിലപ്പോ കുറച്ച് വോട്ട് പിടിക്കാൻ പറ്റില്ല. പിടിക്കാൻ പറ്റുമോ? സ്ഥിരം ചെയ്യുന്നതല്ലേ. ആയിക്കോട്ടെ, പിടിച്ചേക്കണേ. കഴിഞ്ഞ വർഷം നമ്മളെ ഹലോ ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കുക. തോക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാ മതിയായിരുന്നു. ഒന്നുമല്ല, ആർപ്പുവിളികളാ സത്യം. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും കുറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ്. ഇപ്പോൾ കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകൾ കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ വോട്ടും എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നു. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദാ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ് ഡെൽറ്റ ഫോഴ്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗഷാദിന്റെ ശക്തമായ ഡെൽറ്റ ഫോഴ്സ് ഗോളി ജസ്റ്റിൻ അത് സമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം. 7-ാം നമ്പർ താരം ജാബിർ കൊടുത്ത പാസിലൂടെ അതിമനോഹരമായി ഗോൾ കളിയിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികളിൽ അനുഗ്രഹീതമായ ഏറനാടൻ സ്റ്റാലിയൻസ് കരുത്തരായ ഡെൽറ്റ ഫോഴ്സിന്റെ ഗോൾ വലയെ ചലിപ്പിച്ചുകൊണ്ട് ആദ്യ പകുതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ രണ്ടാം പകുതിയിലേക്കുള്ള വിസിൽ മുഴങ്ങുകയാണ്. ഏറനാടൻ സ്റ്റാലിയൻസ് കാണികളുടെ ആവേശവും അനുമോദനവും ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ്. ഇപ്പോഴും നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത് CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ. കേട്ടു. പറ്റാത്ത പണിക്ക് പോണ്ടെന്ന് പറഞ്ഞല്ലേ. മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ?
ഒന്ന് മാറ്. എക്സ്ക്യൂസ് മീ. മാറ് മാറ്. He shot. ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ, ഇനി ഇവിടെ കുഴപ്പാ. He's dead. ആരും ബോഡി തൊടരുത്. സീൻ കവർ ചെയ്യ്. എസ്പിക്ക് റിപ്പോർട്ട് ചെയ്ത് കൂടുതൽ ഫോഴ്സിലേക്ക് പറ. മൂവ്. നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഈസി, ഇത് കളി വേറെയാ. ഇനി വീട്ടിലെടുക്കണം. അപകട ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. വണ്ടി എടുക്കുക. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താനാ ഗാലറിയിൽ ഉണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്ക് ഉറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ടിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നത്. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇപ്പൊ തന്നെ. സർ, ദീപക്, പ്രൊട്ടക്ഷനുള്ള PC വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം. സർ, അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫിഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ. സർ, എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർട്ട് ഉടനെ കളക്ട് ചെയ്യണം. സർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. സർ. ദീപകെ, സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ. സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്ത്. അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റിവെക്കും. ഭാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെ കുറച്ചു പേരെയും കൂടി വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. ആരും തന്നെ വെടിവെച്ച് കേട്ടിട്ടില്ല എന്നതിനാൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നാവാം വെടിയുതിർത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി P. സുഗതൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു.